മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പിയിൽ ദേശീയ തലത്തിലുള്ള പുനഃസംഘടന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിതിൻ നബീൻ്റെ പുതിയ ടീം അദ്ദേഹത്തിന് ചുമതലയേറ്റതിന് ശേഷമുള്ള പുനഃസംഘടന ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ചില പ്രധാനികളൊക്കെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് ബി.ജെ.പിയിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി അനുരാഗ് ഠാക്കൂറും ഒപ്പം തന്നെ സ്മൃതി ഇറാനിയും ദേശീയ നേതൃത്വത്തിലേക്ക് വീണ്ടും വരും എന്ന സൂചന കൂടിയുണ്ട്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൻ്റെ പുതിയ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ദേശീയ തലത്തിലുള്ള നിർണായകമായ മാറ്റങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പുനഃസംഘടനയിൽ അനുഭവ സമ്പത്തും പുതുതലമുറയുടെ ഊർജ്ജവും ഒരുപോലെ സംയോജിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. കേരളത്തിൽ നിന്നുള്ള ചില പ്രധാനികൾ കൂടി ദേശീയ തലത്തിലേക്ക് വരും എന്ന സൂചനകൾ കൂടിയുണ്ട്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, കേരളത്തിൽ കെ സുരേന്ദ്രനെ പോലെയുള്ളവർ ദേശീയ തലത്തിലുള്ള പ്രമുഖ പദവികളെത്തും എന്ന സൂചനകൾ കൂടിയുണ്ട്. ഇതിന് പുറമെ എന്തൊക്കെയാണ് ബി.ജെ.പിയിൽ നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ഈ കേരളത്തിന്റെ പ്രതീക്ഷ നേരത്തെ നമുക്കറിയാം, ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ഒരു വേക്കൻസി കേരളവുമായി ബന്ധപ്പെട്ട് മോദി മന്ത്രിസഭയിലുണ്ട്. അതിന് പകരക്കാരനായി ആര് വരും എന്നുള്ള ഒരാകാംക്ഷയിലാണ് കേരളം. പ്രത്യേകിച്ചും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല പേരുകൾ പരിഗണനയിലുണ്ട് എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ രൂപം ഇപ്പോൾ ഉടനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. പല പേരുകൾ അന്തരീക്ഷത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു സ്ഥാനം എന്തായാലും കേരളത്തിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനായി ചില ആളുകളുടെ പേരുകൾ ഇതിനകം തന്നെ നേതൃത്വം മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനി അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒപ്പം അനൂപ് ആന്റണിയുടെ പേരും കേൾക്കുന്നുണ്ട്. അനൂപ് ആന്റണിയും അനിൽ ആന്റണിയും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പേര് കെ സുരേന്ദ്രൻ്റെതാണ്. സുരേന്ദ്രൻ്റെ പ്രായം ഒരു പ്രശ്നമാണ്. പക്ഷേ പ്രായത്തിൻ്റെ പ്രശ്നം മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു പദവിയിലേക്ക്, ദേശീയ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഒരു പദവിയിലേക്ക് കെ സുരേന്ദ്രൻ എത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ തലത്തിൽ നോക്കിയാൽ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ചും യു പിയിലെ അമേഠിയിൽ തോറ്റതിന് ശേഷം സംഘടനാ പ്രവർത്തനങ്ങളിലും ഒന്നും അത്ര സജീവമല്ലാത്ത ഒരാളാണ് സ്മൃതി ഇറാനി. നമുക്കറിയാം, നല്ല പ്രാസംഗികയാണ്, അനുഭവ സമ്പത്തുള്ള നേതാവാണ്. മോദിക്കായി പാർലമെന്റിൽ നിരവധി തവണ സർക്കാരിനായി വാദിച്ചിരുന്ന കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പോൾ സ്മൃതി ഇറാനിയുടെ സേവനം പ്രയോജനപ്പെടുത്തണം എന്ന വിചാരത്തിലേക്ക് ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സ്മൃതി ഇറാനി വളരെ നിർണായകമായ ഒരു പോസ്റ്റിലേക്ക് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, അനുരാഗ് ഠാക്കൂർ മോദി മന്ത്രിസഭയിലടക്കം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു യുവ നേതാവ് കൂടിയാണ്. അപ്പോൾ അനുരാഗ് ഠാക്കൂറിനും നിർണായക പദവി കിട്ടും എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഏതായാലും അനുഭവ പരിചയവും ഒപ്പം യുവതലമുറയുടെ സമ്പത്തും കൂടി ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയ്ക്കാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇപ്പോൾ ദേശീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നമുക്കറിയാം, 45 വയസ്സ് മാത്രമാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന് ഉള്ളത്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനെ ചുമതലയിൽ ഏൽപ്പിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം ബി.ജെ.പി നിർവഹിക്കുകയും മറ്റും ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊപ്പം യുവാക്കൾക്കും ഒപ്പം സ്ത്രീകൾക്കും പ്രാതിനിധ്യം നൽകുന്ന അതിനൊപ്പം പ്രാദേശികമായ ചില ഘടകങ്ങൾ കൂടി ഉണ്ടല്ലോ, അതുകൂടി ഉറപ്പാക്കുന്ന തരത്തിലാകും പുനഃക്രമീകരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭ എം പി കൂടി അനുരാഗ് ഠാക്കൂറും സ്മൃതി ഇറാനിയുമാണ് ഇപ്പോൾ ബി.ജെ.പി കൃത്യമായി ലക്ഷ്യം വെക്കുകയും അവരെ കൂടുതൽ കൃത്യമായി പ്രതിഷ്ഠിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്യുന്നത്. ഒപ്പം 2027 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടാകും. ഒപ്പം യു പി അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അത്തരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും മുഖം മിനുക്കിയുള്ള എല്ലാ തലങ്ങളിലും പ്രാധാന്യം നൽകിയുള്ള ഒരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൈത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തരത്തിലുള്ള പുനഃസംഘടനയാണ് വരാൻ പോകുന്നത്. പുതിയൊരു ടീം ദേശീയ തലത്തിൽ ബി.ജെ.പിയെ തയ്യാറെടുക്കാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.